നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ഒരു സെൻട്രൽ ടെൻഡൻസിയാണ് മധ്യാങ്കം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത്. എന്താണ് മീഡിയൻ? മീഡിയൻ അല്ലെങ്കിൽ മധ്യാങ്കം എന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ എന്നൊരു ഐഡിയ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കുറേ ഒബ്സർവേഷൻസുകളുടെ നടുക്ക് വരുന്ന, മധ്യത്തിൽ വരുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് മധ്യാങ്കം അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത്. ഏത് ഓരോ ഒബ്സർവേഷൻ നമുക്ക് കുറേ അധികം ഒബ്സർവേഷൻസുകൾ തരികയാണ്. അതിൻ്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ ആ ഒബ്സർവേഷൻസുകളെ ഒന്നുകിൽ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലോട്ടോ വലുതിൽ നിന്ന് ചെറുതിലോട്ടോ അറേഞ്ച് ചെയ്യും. വലുതിൽ നിന്ന് ചെറുതിലോട്ടോ ചെറുതിൽ നിന്ന് വലുതിലോട്ടോ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ കൃത്യം നടുക്ക് വരുന്ന വാല്യൂ ആണ് അവിടെ നമ്മൾ മീഡിയനായിട്ട് എടുക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. മീഡിയൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഈക്വൽ പാർട്സ്. അതായത് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കപ്പെടേണ്ട വാല്യൂസുകളെ നമ്മൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നടുക്ക് വരുന്ന വാല്യൂ വെച്ചിട്ട് അതിനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻറ്റു ഒബ്സർവേഷനെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഒബ്സർവേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, ദ ഒബ്സർവേഷൻ വിച്ച് കംസ് ഇൻ ദ മിഡിൽ ഈസ് കോൾഡ് മീഡിയൻ. ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിഫൈൻഡ് ആസ് മീഡിയൻ ഓഫ് ദ ഡേറ്റ. ആ ഡേറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇത്രയേ ഉള്ളൂ. ഒബ്സർവേഷൻസുകളുടെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പ്രാപ്താംഗങ്ങളെ കൃത്യമായും ഈക്വലായിട്ട് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒബ്സർവേഷനാണ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അതായത് മീഡിയൻ ഒരു പൊസിഷണൽ ആവറേജ് ആണ്. ഒരു പൊസിഷണൽ മീൻസ് മധ്യത്ത് വരുന്ന വിലയാണിത്. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. മീഡിയൻ ഈസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊസിഷണൽ ആവറേജ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നത്? പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്ന ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മീഡിയനാണ്. അതിൻ്റെ കാരണം മീഡിയൻ ആ തന്നിരിക്കുന്ന പ്രാപ്താംഗങ്ങളെ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കൃത്യമായും അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ വരുമ്പോൾ നടുക്ക് വെച്ച് നടുക്കുള്ളൊരു വിലയായിരിക്കും അതിൻ്റെ മധ്യാങ്കമായിട്ട് വരുന്നത്. ആ വില വെച്ച് ആ പ്രാപ്താംഗങ്ങളെ രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റും. സോ മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ കുറച്ച് ഒബ്സർവേഷൻസുകളാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ ക്ലിയർ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പൊസിഷണൽ ആവറേജ്. മീഡിയൻ ഈസ് ദ വാല്യൂ സച്ച് ദാറ്റ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അബവ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻ ബിലോ ഇറ്റ്. അതായത് മീഡിയൻ ഏത് വിലയാണോ പറയുന്നത് ആ വിലയെ പറയുന്ന വാല്യൂവിനേക്കാൾ അതായത് നടുക്ക് വെച്ചുള്ള വിലേൻ്റെ അപ്പുറവും ഇപ്പുറവും കൃത്യമായി എണ്ണം തുല്യമായിരിക്കും. ഒബ്സർവേഷൻസുകളുടെ എണ്ണം തുല്യമായിരിക്കും. സോ ദാസ് മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. ഇനി ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി, നമ്മൾ ആ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കുറച്ച് തുടക്കം മുന്നേ ഉള്ള സെക്ഷനാണ് ഗ്രൂപ്പ്ഡ് ഡേറ്റ ഫ്രീക്വൻസി കർവുകളൊക്കെ വരുന്ന ആ ഗ്രൂപ്പ് ഡേറ്റ. ഇൻ കേസ് ഓഫ് ഗ്രൂപ്പ്ഡ് ഡേറ്റ ഇത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈസ് ഓഡ്. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ള തന്നിരിക്കുന്ന ഒബ്സർവേഷൻസുകളാണെങ്കിൽ ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻസുകൾ ഓഡാണെങ്കിൽ മീഡിയൻ ഈസ് മിഡിൽ വാല്യൂ ആഫ്റ്റർ ദ വാല്യൂസ് ഹാവ് ബീൻ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. മീഡിയൻ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലും ആ അളവിൻ്റെ അതിൻ്റെ കൃത്യമായ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായി നടുക്ക് വരുന്ന വിലയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതിൽ ഒബ്സർവേഷൻസുകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ മിഡിൽ വാല്യൂ രണ്ടെണ്ണം വരും, രണ്ട് മിഡിൽ വാല്യൂസ് വരും. അങ്ങനെയെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ആ രണ്ട് മിഡിൽ വാല്യൂകളുടെയും ആവറേജ് ആയിരിക്കും. രണ്ട് മിഡിൽ വാല്യൂകളുടെ കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും അവിടുത്തെ മീൻ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് there are two middle terms and the median is obtained by taking the arithmetic mean of the middle terms. ആ മിഡിൽ ടേമുകളുടെ അരിത്തമെറ്റിക് മീനാണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് വായിച്ചു വെച്ചിരിക്കുക. ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. വലിയ ഫൈൻഡ് ദ മീഡിയൻ ഓഫ് 20, 25, 15, 35, 18. ഈ ഇത്തരം പ്രാപ്താംഗങ്ങളുടെ മീഡിയൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങൾ നോക്കൂ, ഈ ഒബ്സർവേഷൻസുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യുമ്പോൾ 15 ആണ് ആദ്യത്തെ, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുന്നു. 15, 18, 20, 25, 35. ഓക്കെ ആണല്ലോ. ചെറുതിൽ നിന്ന് വലുതിലോട്ട് നിങ്ങൾ ഒബ്സർവേഷൻസിന് എഴുതി. ഇനി മിഡിൽ വാല്യൂ ഏതാണോ വരേണ്ടത് അതിൻ്റെ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഞാൻ ഇതാണ് മിഡിൽ വാല്യൂ എന്ന് അസ്യൂം ചെയ്യുന്നു. ഇതാണ് എൻ്റെ മിഡിൽ വാല്യൂ എങ്കിൽ ഇതിൻ്റെ റൈറ്റിൽ എത്ര ഉണ്ട് ഒബ്സർവേഷൻസ്? ഒരു ഒബ്സർവേഷൻ ഉണ്ട്.
ഇതാണ് മിഡിൽ വാല്യൂ എങ്കിൽ ഇതിൻ്റെ റൈറ്റിലോട്ട് എത്ര ഒബ്സർവേഷൻ ഉണ്ട്? ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഇനി ലെഫ്റ്റിലോട്ട് എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 3 ഒബ്സർവേഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ 25 മീഡിയൻ ആകണമെങ്കിൽ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും സെയിം ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, തുല്യമല്ല. സോ എന്ത് മീഡിയൻ ആകില്ല? 25 മീഡിയൻ ആകില്ല. ഇനി അത് വായിച്ചു. 18 ആണ് നിങ്ങളുടെ മീഡിയനായിട്ട് നിങ്ങൾ എടുക്കുന്നതെന്ന് കരുതുക. 18 ആണ് മീഡിയനായിട്ട് എടുക്കുന്നതെങ്കിൽ ഇതിൽ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 3 ആണ്, ലെഫ്റ്റിലോട്ട് 1 ആണ്. സോ ഇത് 3ഉം 1ഉം ഈക്വൽ അല്ല. റൈറ്റിലുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും തുല്യമാകണം. സോ എന്ത് മീഡിയൻ ആകില്ല? 18ഉം മീഡിയൻ ആകില്ല, 25 മീഡിയൻ ആകില്ല. ഇനി നോക്കുക, നിങ്ങൾ 20 ആണ് നിങ്ങളുടെ അസ്യൂം മീഡിയനായിട്ട് എടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ള റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 2, ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 2. സോ മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ. മീഡിയൻ ഈക്വൽ ടു 20. ഇത് ശരിയാണ്. അപ്പോൾ അവിടെ മിഡിൽ വാല്യൂ ആയിട്ട് വരുന്നത് 20 ആണ്. അങ്ങനെയാണ് മീഡിയൻ്റെ ഐഡിയ പോകുന്നത്. മീഡിയൻ ഈസ് എ പൊസിഷണൽ ആവറേജ്. അത് മറന്നു പോകരുത്. അതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കാം. ഇതാണ് അതിൻ്റെ ലോജിക്കൽ. ഫൈൻഡ് ദ മീഡിയൻ ഓഫ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എന്ത് ചെയ്യുക? അസെൻഡിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഴുതുക. അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ ഏതൊക്കെ എഴുതും? 80, 100, 80, 100, 112, 125, 150, 180, 200. എല്ലാ വാല്യൂസും. ഓക്കെ, ഇതാണ് മീഡിയൻ. ഇനി നോക്കൂ, ഈ ഐഡിയ തന്നെ നമ്മൾ ഇവിടെ മീഡിയൻ അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഞാൻ ആ സംഖ്യകളെ അറേഞ്ച് ചെയ്തു. ഇനി മീഡിയൻ കാണാൻ പോവുകയാണ്. മീഡിയൻ കാണാൻ ഏതാണോ എൻ്റെ മീഡിയനായിട്ട് വരേണ്ടത്, ഞാൻ 150 മീഡിയനായിട്ടെന്ന് കരുതുന്നു. 150 ആണ് എൻ്റെ മീഡിയനെങ്കിൽ 150ൻ്റെ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും സെയിം ആയിരിക്കണം. നോക്കൂ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ഒബ്സർവേഷൻസേ ഉള്ളൂ, സെയിം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 ഒബ്സർവേഷൻസ് ഉണ്ട്. ഇത് ഒരു കാരണവശാലും എന്താകില്ല? സെയിം ആകില്ല. സോ എന്തല്ല? 150 എന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയൻ അല്ല. ഇനി 112 ആണ് നിങ്ങളുടെ മീഡിയൻ എന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ 112ലെ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും സെയിം ആയിരിക്കണം. ഇവിടെ റൈറ്റിലോട്ട് 4 എണ്ണം ഉണ്ട്, ലെഫ്റ്റിലോട്ട് 2 എണ്ണം ഉണ്ട്, സെയിം അല്ല. സോ ഇത് രണ്ടും നിങ്ങളുടെ എന്തായി വരില്ല? മീഡിയനായിട്ട് വരില്ല. അപ്പോൾ മീഡിയനായിട്ട് വരാനുള്ള സാധ്യത ഏതിനാണ്? 125 ആണ്. 125 ആണ് നിങ്ങൾ മീഡിയനായിട്ട് എടുക്കുന്നതെങ്കിൽ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 3, ലെഫ്റ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 3. സോ 8, 3. സോ നിങ്ങളുടെ മീഡിയൻ എന്ന് പറയുന്നത് 125 ആണ്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻസുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, മിഡിൽ വാല്യൂ എടുക്കുക. ക്ലിയർ? ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് 80, 20, 50, 25, 15, 30. ഇതേ കൺസെപ്റ്റ് തന്നെ, ഇതേ ഐഡിയ തന്നെ ആ ഒബ്സർവേഷൻസുകൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു. 8, 15, 20, 25, 30, 50. 1, 2, ഓക്കെ, 6 6 ഒബ്സർവേഷൻ. ഇനി നമ്മളത് പറഞ്ഞു നോക്കേ, ഏതാണോ മിഡിൽ വാല്യൂ മീഡിയനായിട്ട് വരേണ്ടത് അതിൻ്റെ റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണവും 25 എടുക്കുന്നു. ഇതാണ് എൻ്റെ മിഡിൽ വാല്യൂ ആയിട്ട് ഞാൻ കരുതുന്നതെങ്കിൽ അതിൻ്റെ ഉള്ള റൈറ്റിലോട്ടുള്ള ഒബ്സർവേഷൻസുകളുടെ എണ്ണം 2, ലെഫ്റ്റിലോട്ട് 3. സോ എന്തല്ല? 25 മീഡിയൻ അല്ല. 20 ആണ് മീഡിയൻ എങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലോട്ട് 2, റൈറ്റിലോട്ട് 3. എന്തല്ല? 25 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ആ നേരത്തെ പറഞ്ഞ റിസൾട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്ലൈ ചെയ്യുക. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസുകളാണെങ്കിൽ മിഡിലിലെ 2 വാല്യൂസ് എടുക്കുക. ഈ 2 വാല്യൂസ് കൊണ്ട് നോക്കൂ, 20യും 25ഉം ചേർത്ത് ഒറ്റ വാല്യൂ ഒന്ന് കരുതുക. നിങ്ങളുടെ റൈറ്റിലോട്ട് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 2 ഒബ്സർവേഷൻസ് ഉണ്ട്. ലെഫ്റ്റിലോട്ട് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 2 ഒബ്സർവേഷൻസ് ഉണ്ട്. സോ മീഡിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അരിത്തമെറ്റിക് മീനാണ്. ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻസ് എന്ന് പറയുന്നത് 20 + 25/2 ആണ്. 45/2, അതായത് 22.5 ആണ് അവിടുത്തെ മീഡിയൻ. 22.5.
22.5 ആണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മീഡിയൻ കണക്ക്. അതായത് ഒബ്സർവേഷൻസുകളുടെ എണ്ണം റൈറ്റിലോട്ട് 2 ലെഫ്റ്റിലോട്ട് 2. അപ്പോൾ കറക്റ്റ് 2 വാല്യൂസ് 20ഉം 25 ആ 2 വാല്യൂസുകളുടെ ആവറേജ് എടുക്കുക, അരിത്തമെറ്റിക് മീൻ എടുക്കുക. ക്ലിയർ? ഓക്കെ. യെസ്. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് വേറൊരു ക്വസ്റ്റ്യൻ. അതേ ക്വസ്റ്റ്യൻ തന്നെ, അതേ പാറ്റേൺ തന്നെ. 500, 480, 320, 750, 600, 540 ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നു, ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഈ ഒബ്സർവേഷൻസിന് എഴുതുന്നു. 320, 480, 500, 540, 600, 750. 1, 2, 3, 1, 2, 3. ഓക്കെ. ഇനി മീഡിയൻ ഇതേ ഒബ്സർവേഷൻ 2 എണ്ണം ഇങ്ങോട്ട് ഇവിടുന്ന് 2 എണ്ണം ഇങ്ങോട്ട്, ഇവിടുന്ന് 2 എണ്ണം അങ്ങോട്ട്. അങ്ങനെയെങ്കിൽ മീഡിയൻ വാല്യൂസ് എന്ന് പറയുന്നത് 500ൻ്റെയും 540ൻ്റെയും അരിത്തമെറ്റിക് മീനാണ്. 500 + 540/2 1040/2 520. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്ന വാല്യൂ, ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതായത് മീഡിയൻ വാല്യൂ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ മീഡിയൻ എത്ര കിട്ടി? 125 ആണ് കിട്ടിയത്. മീഡിയൻ ആ ഒബ്സർവേഷനിൽ ഒരു വാല്യൂ ആകാം, ഒബ്സർവേഷനിലെ ഒരു വിലയാകാം. അല്ല എങ്കിൽ ഒബ്സർവേഷനിലെ വില ആകണമെന്നും ഇല്ല. മീഡിയൻ എല്ലായ്പ്പോഴും ആ ഒബ്സർവേഷനിലെ തന്നെ ഒരു വാല്യൂ ആകണം. നടുക്കത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ആ ഒബ്സർവേഷൻസുകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതി വരുമ്പോൾ കൃത്യമായും സെൻട്രൽ മിഡിൽ വരുന്ന വാല്യൂ എടുത്തു കഴിയുമ്പോൾ ആ ഒബ്സർവേഷനിലെ വാല്യൂ ആണെന്ന് നമ്മൾ ധരിക്കരുത്. ആ ഒബ്സർവേഷനിലെ വാല്യൂ ആകാം, അല്ലെങ്കിൽ ആ ഒബ്സർവേഷനിലെ പുറത്തെ വാല്യൂ മീഡിയൻ ആകാം. പുറത്തെ വാല്യൂ ആണ് 22.5. ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഒരു വാല്യൂ അല്ല 22.5. ഓക്കെ. അപ്പോൾ അത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മീഡിയൻ ഒരിക്കലും ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷനിൽ ഒരു വില ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആകാം. ഓക്കെ. അടുത്തത് മഹിതം, മോഡ്. എന്താണ് മോഡെന്ന് പറയുന്നത്? അതായത് കുറേ ഒബ്സർവേഷൻസുകളുടെ മോഡെന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന കുറേ പ്രാപ്താങ്കങ്ങളുണ്ട്. അതിൻ്റെ മോഡ് അല്ലെങ്കിൽ മഹിതം എന്ന് പറയുന്നത് ആ ഒബ്സർവേഷൻസുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ, ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന വില ഏതാണോ ആ വിലയാണ് നമ്മളവിടെ മോഡായിട്ട് കണക്കാക്കുന്നത്. അത്തരം ജനറൽ ടെൻഡൻസികളാണ് മോഡെന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ വിച്ച് ഒക്കർ മോർ ഫ്രീക്വൻ്റ്ലി ദാൻ എനി അതർ വാല്യൂ ഇൻ ദ ഡേറ്റ ഈസ് കോൾഡ് മോഡ്. ഒരു ഒബ്സർവേഷനിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂസുകളെ വിളിക്കുന്ന പേരാണ് മോഡ് എന്നാണ് അതിൻ്റെ ചുരുക്കം. അതായത് അത് ഫ്രീക്വൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഉള്ള ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, അൺഗ്രൂപ്പിൽ ആയിക്കോട്ടെ, ഏത് ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂഷൻസ് ആയാലും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വിലയാണ് അവിടുത്തെ എന്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത്, മോഡായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ മോഡ് ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതൊരു കുറേ ഒബ്സർവേഷൻസുകളാണ്. ഇതിൻ്റെ മോഡ് നോക്കാൻ ഞാൻ എത്ര ടു കൂടുതൽ ടൈംസ് ഉണ്ട്. 1, 2, 3, 4, 5 ടൈംസ് 2 ഉണ്ട്. 3 1, 2, 3, 4, 5, 6 ടൈംസ് 2 4 ഉണ്ട്. 3 ഉണ്ട്. 4 എന്ന് പറയുന്നത് ഒരു തവണ. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? 3 ആണ്. സോ 3 ആണ് അവിടുത്തെ മോഡ്. ഞാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ കരുതുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കരുതുക. അതിനകത്ത് ഞാൻ ഒരു വാല്യൂ അങ്ങ് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ നോക്കൂ, 2 എത്ര ടൈംസ് ഉണ്ട്? നമ്പർ ഓഫ് ടൈംസ്. 2 എത്ര ടൈംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 തവണയുണ്ട് 2. 3 എത്ര തവണയുണ്ട്? 1, 2, 3, 4, 5 തവണയുണ്ട്. 4 എത്ര തവണയുണ്ട്? 1 തവണ. അപ്പോൾ മോഡ് ഏതാകാം? 2 ആണോ 3 ആണോ? അവിടെ മോഡ് വരാനുള്ള സാധ്യത ഏത് നമ്പറിനാണോ? 2നാണോ 3ക്കാണോ മോഡ് വരാനുള്ള സാധ്യത?
അവിടെ മോഡ് വരാനുള്ള സാധ്യത 2 നമ്പറുകളും അവിടുത്തെ എന്താണ് മോഡായിരിക്കും. അതായത് മോഡെന്ന് പറയുന്നത് ഒരിക്കലും ഒരു യുണീക്ക് നമ്പർ ആകണമെന്നില്ല. മോഡെന്ന് പറയുന്നത് എന്താകണമെന്നില്ല, ഒരൊറ്റ വിലയാകണമെന്നില്ല. ഒറ്റ വിലയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് യൂണി മോഡൽ എന്നാണ്. യൂണി മോഡലാണ്. യൂണി മോഡൽ, അത്തരം ഡിസ്ട്രിബ്യൂഷൻസുകളെ വിളിക്കുന്ന പേര് യൂണി മോഡൽ എന്നാണ്. ഇതിവിടെ ഈ ഒബ്സർവേഷന് എത്ര മോഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോഡുകളുണ്ട്. ഏതൊക്കെയാണ്? 2ഉം 3ഉം. 2ഉം 3ഉം 5 തവണ. അത്തരം ഒബ്സർവേഷൻസുകളെ ബൈ മോഡൽ എന്നാണ് പറയുന്നത്. ബൈ മോഡൽ. അപ്പോൾ മോഡിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഡ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരൊറ്റ വില തന്നെ ആകണമെന്ന് നിർബന്ധം ഇല്ല. മോഡ് ഒരു വിലയാകാം. ആ ഒബ്സർവേഷൻസിൽ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൽ ഏറ്റവും കൂടുതൽ തവണ ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആണ് മോഡ് എന്ന് പറയുന്നത്. ആ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് മോഡ് വാല്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒന്നോ അതിൽ കൂടുതലോ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസുകളെല്ലാം തന്നെ എന്തായി മാറും? അതിൻ്റെ മോഡായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം 5 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2ഉം 3ഉം ഈ ഒബ്സർവേഷൻ്റെ മോഡാണ്. അപ്പോൾ അത്തരം ഒബ്സർവേഷൻസുകളെ വിളിക്കുന്നവർ ബൈ മോഡൽ ഒബ്സർവേഷൻസുകളാണ്. അപ്പോൾ മോഡിൻ്റെ യുണീക്ക്നെസ് ഇല്ല, മോഡ് ഒരു വാല്യൂ ആണെന്നുള്ളത് ഇല്ല. പക്ഷേ നമുക്ക് മീഡിയൻ ഒരു യുണീക്ക് വാല്യൂ ആണ്, അരിത്തമെറ്റിക് മീൻ ഒരു യുണീക്ക് വാല്യൂ ആണ്, ആവറേജ് എന്ന് പറയുന്ന ഒരു യുണീക്ക് വാല്യൂ ആണ്, മീഡിയൻ എന്ന് പറയുന്ന ഒരു യുണീക്ക് വാല്യൂ ആണ്. പക്ഷേ മോഡെന്ന് പറയുന്നത് ഒരു യുണീക്കായിട്ടുള്ള ഒരു വാല്യൂ, ഒറ്റ വിലയല്ല. അത് 1 ആകാം, 2 വിലകളാകാം, 3 വിലകളാകാം, 4 ആകാം. അങ്ങനെ ഒരു ഒബ്സർവേഷൻസിന് എത്ര മോഡ് വേണമെങ്കിലും ഉണ്ടാകാമെന്നേ ഉള്ളൂ, ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാകാം. സോ ഇത് 2 മോഡുള്ള ഒരു ഒബ്സർവേഷനാണ് ഞാൻ ഈ എക്സാമ്പിളായിട്ട് എഴുതിയത്. ഓക്കെ, അത് മറന്നു പോകരുത്. മോഡിൻ്റെ വില അത് നമുക്ക് ചോദിക്കുന്ന ആൾക്ക് അത്തരം ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം, നമ്മൾ കറക്കി തിരിച്ച് ചോദിക്കാം. തന്നിരിക്കുന്ന വിലകളിൽ ഏറ്റവും ഇതിൽ അതായത് യുണീക്ക് ആകാത്തത് ഏത്, അല്ലെങ്കിൽ യുണീക്ക് ആകാത്തത് ഏതെന്ന് ചോദിക്കാം. യുണീക്ക് ആകാത്തത് മീൻ, മീഡിയൻ, മോഡ്, ഹാർമോണിക് മാധ്യമം എന്നാണ് എൻ്റെ മലയാളം. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹാർമോണിക് മീൻ. ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാം മോഡ് ഒരിക്കലും എന്തല്ല, യുണീക്ക് അല്ല എന്ന്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യനാണ്. അത്തരം ക്വസ്റ്റ്യനുകൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ഫൈൻഡ് ദ മോഡ്. XI FI. ഈ ക്വസ്റ്റ്യനിൽ മോഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നു. ഒബ്സർവേഷൻസുകൾ 1, 2, 3, 4, 5, 6, 7, 8 ആണ്. അത് ആ ഒബ്സർവേഷൻസുകൾ ഫ്രീക്വൻ്റ് ആയിട്ട് അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, അതിൻ്റെ നമ്പർ ഓഫ് ടൈംസ് എത്ര റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ എത്ര തവണ ഉണ്ട് എന്ന് കാണിക്കുന്ന ഫ്രീക്വൻസീസ് ആണ് തന്നിരിക്കുന്നത്. 1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 4 തവണയുണ്ട്. 2 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 9 തവണയുണ്ട്. 3 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 16 തവണയുണ്ട്. 4 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 25 തവണയുണ്ട്. 5 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 22 തവണയുണ്ട്. 6 എന്ന് പറയുന്നത് 15 ഉണ്ട്. 7 തവണയുണ്ട്. 8 3 തവണയുണ്ട്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ തവണ വന്നത് ഏതാണ്? 22 അല്ല, 15 അല്ല, 16 അല്ല. ഏതാണ് ഏറ്റവും കൂടുതൽ തവണ വന്നത്? 25 എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്തത്. 25 ഏതാണ് വന്നത്? 4 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് 25 തവണ വന്നത്. 4 എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് എന്തായിട്ട് വന്നത്? 25 തവണ വന്നത്. സോ മോഡെന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മോഡ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡെന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 എന്ന് പറയുന്ന നമ്പറാണ് 25 തവണ വന്നത്. സോ അതിൻ്റെ മോഡെന്ന് പറയുന്നത് 4 ആണ്. 4 എന്ന് പറയുന്ന നമ്പറാണ് 25 തവണ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത നമ്പർ 4 ആയതുകൊണ്ട് അവിടുത്തെ മോഡ് 4 ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട്. ഇത് നമ്മൾ കുറച്ചുകൂടെ സെക്ഷൻ കൊണ്ട് കഴിയുമ്പോൾ സ്ക്യൂവിനെസ് ഒക്കെ വരുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നാലും ഈ സെക്ഷനിൽ NCERTയിലെ ഈ സെക്ഷനിൽ കൃത്യമായി ഈ ഒരു ഇക്വേഷൻ പറഞ്ഞ് ഈ എംപിരിക്കൽ റിലേഷൻ, ഈ എംപിരിക്കൽ ഫോർമുല പറഞ്ഞു പോകുന്നത് കൊണ്ട്, മീനും മീഡിയനും മോഡും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമുല പറഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മളിത് പഠിച്ചു പോകണം. നമ്മളിതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എപ്പോൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടോസിസ്, സ്ക്യൂവിനെസ് ഇവിടെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങളും അതായത് ഒരു കർവ് സിമെട്രിക്, അസിമെട്രിക് എന്നൊക്കെയുള്ള ടേമുകൾ ഇവിടെ ഉണ്ട്. അസിമെട്രിക്കലി മോഡറേറ്റഡ്, സിമെട്രിക്കൽ,
എന്ന് പറഞ്ഞ ടേമുകളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ആ സെക്ഷനിൽ പറയും. റിസൾട്ട് മാത്രം തക്കാലം ഒന്ന് ഓർത്തിരിക്കുക. സംടൈംസ് മോഡ് ഈസ് എസ്റ്റിമേറ്റഡ് ഫ്രം ദ മീൻ ആൻഡ് മീഡിയൻ. മോഡ് മീനിൽ നിന്നും മീഡിയനിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ്. ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ്. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ പഠിക്കും. അതിൻ്റെ കർവ് ഇങ്ങനെയാണ്. അതിൽ ഇവിടെ ഇതിനെയാണെന്ന് പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എന്ന് പറയുന്നത്. അസിമെട്രിക്കൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറിയിരിക്കും, കർവുകൾ മാറി നിൽക്കുന്നു. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ സെക്ഷനിൽ സ്ക്യൂവിനെസ്സിനകത്ത് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര ഇരിക്കുക, ഇത് സിമെട്രിക് അല്ലാത്ത, ഇത് സിമെട്രിക്കാണ്, സിമെട്രിക് അല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കർവുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്സർവേഷൻസുകൾ എടുക്കുക. അങ്ങനെയെങ്കിൽ മീനും മീഡിയനും മോഡും തമ്മിൽ കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്കൊരു റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ഡേറ്റാസുകളിൽ, ഇങ്ങനെ അസിമെട്രിക്കൽ ഡേറ്റാസുകളിൽ മീൻ മീഡിയൻ മോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു എംപിറിക്കൽ റിലേഷൻസ് പറയാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മൈനസ് മീഡിയൻ ഈക്വൽ ടു 1/3 ഇൻറ്റു മീൻ മൈനസ് മോഡ്. മീൻ മൈനസ് മീഡിയൻ ഈക്വൽ ടു 1/3 ഇൻറ്റു മീൻ മൈനസ് മോഡ് എന്ന് പറയാം. അല്ല എങ്കിൽ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ ഇൻറ്റു 2 മീൻ എന്ന് പറയും. ഇതുകൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 മീൻ മൈനസ് 3 മീഡിയൻ ഈക്വൽ ടു mean minus mod. So mod equal to 3 median minus 2 mod. Mod equal to 3 median minus 2 mod. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്ത് കിട്ടുന്നത്. മീൻ 3 കൊണ്ട് ക്രോസ് ചെയ്ത് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മോഡ്. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. ഈ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് ഈ കണക്ട് ചെയ്തിട്ട് മോഡ് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ സിമെട്രിക്കൽ ഡേറ്റ ആണെങ്കിൽ മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അല്ലാത്ത കേസിൽ ഇതിനെ അത് മീൻ തമ്മിൽ റിലേഷൻ ഉണ്ട്. മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. തിരിച്ച് ഗ്രേറ്റർ ദാൻ റിലേഷനും ഉണ്ട്. ഇത് നമ്മൾ സിമെട്രിക് കർവിൽ അല്ലെങ്കിൽ സ്ക്യൂനെസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ഈ റിലേഷൻ മാത്രം ഓർത്ത് വെക്കുക. അടുത്ത സെക്ഷനിലോട്ട് പോകാം. അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ നേരത്തെ എഴുതിയ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മോഡ് ഓഫ് 2 2 2 3 3 2 എത്ര ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 2 4 ടൈംസ് ഉണ്ട്, 4 ടൈംസ് ഉണ്ട്. 3 3 3 3 3 എത്ര ടൈംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 4 ടൈംസ് ഉണ്ട്. 4 എത്ര ടൈംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഉണ്ട്. സോ 4. So this is a bimodal observation. This is mode എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മോഡ് ഈക്വൽ ടു 2ഉം 3ഉം ആണ്. ഇതൊരു ബൈമോഡൽ ഒബ്സർവേഷൻ ആണ്. ഇതിൻ്റെ മോഡ് എന്ന് പറയുന്നത് 2ഉം 3ഉം ആണ്. ഓക്കെ, അത് എളുപ്പം ചെയ്യാം. NCERT ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാഗിക നാശം സംഭവിച്ച ഒരു ഡാറ്റയുടെ മോഡ് 63, മധ്യാങ്കം 77 ആണ്. മാധ്യം കാണുക എന്നാണ്. ഭാഗിക നാശം എന്തോ ആയിക്കോട്ടെ, നമ്മൾ തന്നിരിക്കുന്ന കുറേ ഒബ്സർവേഷൻസുകളുടെ മോഡ് തന്നിട്ടുണ്ട്. മോഡെന്ന് പറയുന്നത് മോഡ് ഈസ് ഈക്വൽ ടു 63. മധ്യാങ്കം മീഡിയൻ എന്ന് പറയുന്നത് 77. സോ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ പോലും മോഡെന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. മഹിതം എന്ന് പറയുന്ന ഒരു മലയാളം ടേം ഉണ്ട് എങ്കിൽ പോലും ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലും ടൈപ്പ് ചെയ്തേക്കുന്നത് മോഡെന്ന് തന്നെയാണ്. NCERT ടെക്സ്റ്റിലും മോഡെന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ടും ഈ മഹിതം എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നില്ല, മോഡെന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മോഡ് ഈക്വൽ ടു 63, മീഡിയൻ ഈക്വൽ ടു 77, മാധ്യം കാണും. ആ റിലേഷൻ നോക്കൂ, എന്തായിരുന്നു റിലേഷൻ? മീൻ മൈനസ് മീഡിയൻ ഈക്വൽ ടു 1/3 ഇൻറ്റു മീൻ മൈനസ് മോഡ്. മീൻ മൈനസ് മീഡിയൻ ഈക്വൽ ടു 1/3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ മോഡ്. സോ മീൻ മൈനസ് median equal to 1/3 into mean minus mode. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. മീൻ കണ്ടുപിടിക്കാൻ 3 മീൻ മൈനസ് 3 മീഡിയൻ. 3 മീൻ മൈനസ് 3 മീഡിയൻ ഈക്വൽ ടു മീൻ മൈനസ് മോഡ്. 3 mean minus mean
equal to 3 median minus mode. 2 mean equal to 3 median minus mode. Two mean equal to 3 median minus mode. ഇനി നോക്കൂ, 2 mean equal to 3 into median. 3 into median is 3 into 77 minus 63. 77 into 3 21 2 23 231 minus 63 11 8 12 168. But mean is equal to 168 by 2 84. 84 ആണ് ആൻസർ. സോ അതിൻ്റെ മാധ്യം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84. ഇനി ഈ റിലേഷൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. ഈ ഒരു ഒറ്റ റിലേഷൻ മതി, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, 2 മീൻ ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് മോഡ് എന്ന് പറയുന്ന ഫോമിൽ അപ്ലൈ ചെയ്യുക. ആ റിലേഷൻ അപ്ലൈ ചെയ്യുക. ആ റിലേഷൻ അത് മധ്യാങ്കവും മോഡും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 84 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് ജോമെട്രിക് മീൻ, ജ്യാമിതീയ മാധ്യം. അടുത്ത ജ്യാമിതീയ മാധ്യം ജോമെട്രിക് മീൻ എന്നാണ്. n പ്രാപ്താങ്കങ്ങളുടെ ജ്യാമിതീയ മാധ്യം ജ്യാമിതീയ മാധ്യം കാണുന്നതിന് അവയുടെ ഗുണനഫലത്തിൻ്റെ എന്നാമത്തെ മൂല്യം എടുത്താൽ മതി. ഓക്കെ, അതായത് ഒബ്സർവേഷൻസുകളുടെ nth റൂട്ട് എടുക്കുക. അതായത് ഒബ്സർവേഷൻസുകളുടെ പ്രോഡക്റ്റിൻ്റെ nth റൂട്ട് എടുക്കുക. നിങ്ങൾക്ക് കുറേ ഒബ്സർവേഷൻസുകളുടെ ജോമെട്രി മീൻ കാണണം. അതായത് എനിക്ക് 2 ഒബ്സർവേഷൻ ഉണ്ട്. x1 x2 എന്ന് പറയുന്ന 2 ഒബ്സർവേഷൻസ് ഉണ്ട്. സിമ്പിളായിട്ട് ആ ഡെഫിനേഷൻ എന്താണ് പറയുന്നതാണ്. x1 x2 x1ഉം x2ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ എത്ര ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. അതിൻ്റെ nth റൂട്ട് എന്ന് പറയുന്നത് റേസ് ടു 1/2 എടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രി മീൻ. അതായത് x1 ഇൻറ്റു x2വിൻ്റെ nth റൂട്ട്, ഇത് സെക്കൻഡ് 1/2 റൂട്ട്. അത് ഇനി 3 എണ്ണം ഉണ്ടെങ്കിൽ x1 ഇൻറ്റു x2 ഇൻറ്റു x3 റേസ് ടു 1/3. 4 എണ്ണം ഉണ്ടെങ്കിൽ x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു x4 റേസ് ടു 1/4. ഇതിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് മീൻ അല്ലെങ്കിൽ ജ്യാമിതീയ മാധ്യം എന്ന് പറയുന്നത്. There are 2 types of geometry mean, simple geometry mean and weighted geometry. നേരത്തെ നമ്മൾ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ, ഫ്രീക്വൻസി ആയിട്ടുള്ള അരിത്തമെറ്റിക് മീൻ, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ പറഞ്ഞ പോലെ തന്നെ 3 രീതിയിൽ ഇതുണ്ട്. സിമ്പിൾ ജോമെട്രി മീൻ എന്താണ്? സിമ്പിൾ ജോമെട്രി മീൻ, ദ സിമ്പിൾ ജോമെട്രി മീൻ ഓഫ് n ഒബ്സർവേഷൻസുകളുടെ സിമ്പിൾ ജോമെട്രി മീൻ, ജ്യാമിതീയ മാധ്യം എന്ന് പറയുന്നത് ആ ഒബ്സർവേഷൻസുകളുടെ പ്രോഡക്റ്റുകളുടെ nth റൂട്ട് എടുക്കുക. ഒബ്സർവേഷൻസുകളുടെ പ്രോഡക്റ്റുകളുടെ nth റൂട്ട്, അതായത് നേരത്തെ എഴുതി കാണിച്ച അതേ കൺസെപ്റ്റ്. സിമ്പിൾ ജോമെട്രി മീൻ ഓഫ് n ഒബ്സർവേഷൻസ് x1 x2 etc xn ഈസ് ദ nth റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ്. അത് ക്ലിയർലി തന്നിട്ടുണ്ട്. ജോമെട്രി മീൻ ഈക്വൽ ടു x1 ഇൻറ്റു x2 ഇൻറ്റു etc xn റേസ് ടു 1/n. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ലോഗരിതം ടേബിളാണ് തന്നിരിക്കുന്നതെങ്കിൽ ലോഗരിതം ടേബിൾ അങ്ങനെ PSC തരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ലോഗരിതം ടേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ കാര്യം കൊണ്ട് അറിഞ്ഞിരിക്കണം. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. n ഒബ്സർവേഷൻസുകളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് nth റൂട്ട് എടുക്കുക. അതിനെ ലോഗരിതം വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, 2 സൈഡിലും ലോഗരിതം എടുക്കുക. അങ്ങനെയെങ്കിൽ ഇതെന്താകും? ലോഗ് ജോമെട്രി മീൻ ആവും. ഇതെന്താകും? ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു
എക്സെട്ര ഇൻറ്റു എക്സ് എൻ റേസ് ടു 1/n ആണ്. അപ്പോൾ ലോഗരിതം ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര റേസ് ടു എക്സ് എൻ റേസ് ടു 1/n ലോഗ് എ റേസ് ടു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ലോഗ് എ എന്ന് എഴുതാം. എക്സ് ലോഗ് എ എന്ന് പറയുന്ന റിസൾട്ട് എഴുതാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? 1/n ഇൻറ്റു ലോഗ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര എക്സ് എൻ എന്ന് എഴുതാം. ലോഗ് എ ബിനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ലോഗ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര എക്സ് എന്നിനെ നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇങ്ങനെയായിരിക്കും. 1/n ഇൻറ്റു ലോഗ് ബ്രാക്കറ്റിൽ x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ. കുറച്ചുകൂടി സിമ്പിളായിട്ട് കിട്ടും ഇത്. ഓരോ ടേമുകളുടെ ലോഗരിതം എടുക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് ഫോർമുല ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് ജി എം ഈക്വൽ ടു ലോഗ് ജോമെട്രി മീൻ എന്ന് പറയുന്നത് ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എൻ. സോ എങ്ങനെയാണ് ലോഗ് ജോമെട്രി മീൻ ആണ് ഇങ്ങനെയാണെങ്കിൽ. അങ്ങനെയെങ്കിൽ ജോമെട്രി മീൻ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? ജോമെട്രി മീൻ ഈസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് എടുത്താൽ മതി. ആൻറ്റി ലോഗ് ഓഫ് ഇത്രയും ടേമുകളുടെ ആൻറ്റി ലോഗരിതം എടുത്താൽ മതി. ലോഗ് x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ ബൈ എൻ. ഇത് നമ്മൾ ഡിഗ്രി ലെവൽ ടെക്സ്റ്റുകളിലെല്ലാം മാത്സുകാർക്ക് അറിയാം. ഡിഗ്രി ലെവൽ ടെക്സ്റ്റുകളിലെല്ലാം ഇതാണ് തന്നിരിക്കുന്ന ഫോർമുല. ഡിഗ്രി ടെക്സ്റ്റുകളിൽ തന്നിരിക്കുന്ന ഫോർമുല ആൻറ്റി ലോഗ് ഓഫ് ലോഗരിതമിക് ലോഗ് ഓഫ് x1 പ്ലസ് ലോഗ് ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ ബൈ എൻ എന്നുള്ള ഫോർമുലയാണ് തന്നിരിക്കുന്നത്. കാരണം ആ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ലോഗരിതമിക് ടേബിൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ലോഗ് വെച്ച് ചെയ്യാനാണ് നിങ്ങളടുക്ക് പറയുന്നത്. ഇനി PSC ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് വേണ്ടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതലും 2 ഒബ്സർവേഷൻസുകളുടെ ക്വസ്റ്റ്യൻസുകളെ ഇവിടെ വരത്തുള്ളൂ. ജിയോമെട്രി മീൻ അത് പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ളൂ. 2 അല്ലെങ്കിൽ 3. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ലോഗരിതം വെച്ച് ചെയ്താലേ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലോഗ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലോഗരിതം റിസൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ തന്നൂടാ എന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾക്കെല്ലാം ഡിഫറൻ്റ് ആയതുകൊണ്ട് തരാം. ഓക്കെ. അപ്പോൾ ജോമെട്രി മീൻ ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് ലോഗരിതം x1 പ്ലസ് ലോഗ് x2 പ്ലസ് എക്സെട്ര പ്ലസ് ലോഗ് എക്സ് എൻ ബൈ എൻ. അപ്പോൾ ഇതൊരു ഫോർമുലയാണ്. ഇത് അറിഞ്ഞിരിക്കുക. അടുത്തത് അവിടെ ഇത് വെയ്റ്റഡ് ജോമെട്രി മീൻ. നേരത്തെ പറഞ്ഞ പോലെയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റുകളാണ്. x1, x2, എക്സെട്ര xn ആർ ദ n ഒബ്സർവേഷൻസ് and w1, w2, etc. wn are the weights. Then geometry mean equal to define ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? Then geometry mean equal to x1 raised to w1, x2 power w2, etc. xn power wn whole raised to 1/n whole power 1/n where n equal to sigma wi. അതായത് wiകളുടെ സം ആണ് ഈ ടോട്ടൽ n എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ വെയ്റ്റഡ് ജോമെട്രി മീനിൻ്റെ ഫോർമുല. ഈ ഫോർമുല 2 എണ്ണം ആണെങ്കിൽ നമ്മുടെ 2 ഒബ്സർവേഷൻസ് ഉണ്ട്. x1, x2 ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റുകൾ w1, w2 ആണെന്ന് എടുക്കുക. അങ്ങനെയെങ്കിൽ വെയ്റ്റഡ് ജോമെട്രി മീൻ എങ്ങനെ എഴുതാം? വെയ്റ്റഡ് ജോമെട്രി മീൻ ഈസ് ഇക്വൽ ടു x1 raised to w1, x2 raised to w2 whole raised to 1/n where n is equal to w1 plus w2. x1 raised to w1 into x2 raised to w2 whole raised to 1/n where n is equal to w1 plus w2. ഇതാണ് വെയ്റ്റഡ് ജോമെട്രി മീൻ എന്ന് പറയുന്നത്. വെയ്റ്റഡ് ജോമെട്രി 2 ഒബ്സർവേഷൻസ്. ഇനി ഇതിനും ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ലോഗാണ്, നിങ്ങൾക്ക് ലോഗരിതമാണ് കാൽക്കുലേറ്റർ തരുന്നില്ല, ലോഗരിതമാണ് ടേബിളാണ് തരുന്നതെങ്കിൽ അതിനും ലോഗ് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് എഴുതാൻ ഒരു സ്പേസ് ഉണ്ട്, ഫോമിൽ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് എഴുതി കാണിക്കാം എങ്ങനെയാണ് ലോഗരിതം അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ വെയ്റ്റഡ് ജോമെട്രി മീൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഈക്വൽ ടു x1 പവർ w1, x2 പവർ w2, എക്സെട്ര
xn power wn all raised to 1 by n. ഇതാണ് നമ്മുടെ ഫോർമുല. x1 power w1, x1 power x2 power w2 etc. xn power wn whole power 1 by n. Taking log on both sides. രണ്ട് സൈഡിൽ നിന്ന് എടുക്കുക. Taking log on both sides. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കാം. Taking log on both sides, we get log geometry mean equal to log of x1 power w1 into x2 power w2 etc. xn power wn whole raised to 1 by n. ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 1 by n ഞാൻ മാറ്റും ബൈ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം. log of x1 raised to w1, x2 raised to w2 etc. xn raised to wn. log a b c അങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ log a plus log b, log a എന്ന് പറയുന്നത് log x1 power w1 plus log x2 power w2 plus etc. plus log xn power wn. Again property of log അനുസരിച്ച് 1 by n w1 log x1 plus w2 log x2 plus etc. plus wn log xn. That is ഒന്നുകൂടെ എഴുതുന്നു. log geometry mean equal to w1 log x1 plus w2 log x2 plus etc. plus wn log xn all divided by n. So geometry mean equal to anti-log of w1 log x1 plus w2 log x2 plus etc. plus wn log xn by n. This is the formula. അപ്പോൾ നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് ഒബ്സർവേഷൻസിൽ ലോഗരിതം കാണുക, അതിനെ വെയ്റ്റ്സുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സം ചെയ്യുക, വെയ്റ്റ്സുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് x1 x2 etc. x3 മൂന്ന് ഒബ്സർവേഷൻ ആണെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ ലോഗരിതം കാണുക. വെയ്റ്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെയ്റ്റുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്പർ ഓഫ് വെയ്റ്റ്സുകളുടെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഓൾറെഡി ലോഗരിതമായി അതിനെ എന്ത് ചെയ്യുക, തിരിച്ച് ആൻറ്റി ലോഗരിലേക്ക് എടുക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. റിസൾട്ട് ഓർത്തിരിക്കണം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ഇത് നമ്മൾ മനസ്സിൽ ആ ഡെഫിനിഷൻ വരിക, മനസ്സിൽ ഡെഫിനിഷൻ വന്നിട്ട് ഒന്ന് എഴുതി നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത ഡെഫിനിഷൻ ഹാർമോണിക് മീൻ. സന്തുലിത മാധ്യമം. സന്തുലിത മാധ്യമം എന്ന് മലയാളമുണ്ട്, ഹാർമോണിക് മാധ്യമം എന്നാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അതിൻ്റെ മലയാളം സന്തുലിത മാധ്യമം. ഹാർമോണിക് മാധ്യമം എന്ന് തന്നെയാണ് PSC കൂടുതൽ ഒഴിച്ച് ഹാർമോണിക് മാധ്യമം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. മോഡ് ഉപയോഗിക്കുന്ന ആളൊക്കെ തന്നെ ഹാർമോണിക് മാധ്യമം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സന്തുലിത മാധ്യമം. പ്രാപ്താംഗങ്ങളുടെ അല്ലെങ്കിൽ ഒബ്സർവേഷൻസുകളുടെ ഹാർമോണിക് മാധ്യമം എന്നത് അവയുടെ ഉൽക്രമങ്ങളുടെ മാധ്യത്തിൻ്റെ ഉൽക്രമമാണ്. അതായത് ഒബ്സർവേഷൻസുകളുടെ റെസിപ്രോക്കലുകളുടെ മീൻ കണ്ടുപിടിക്കുക, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഹാർമോണിക് മീൻ കിട്ടുന്നത്. അതായത് സിമ്പിൾ ലോജിക്കാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻസ് x1 x2 etc. xn. Harmonic mean, a set of observation, is defined as reciprocal of the arithmetic mean of the reciprocal of the observation. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പോകാം. ഒബ്സർവേഷൻസുകളുടെ റെസിപ്രോക്കൽ എടുക്കുന്നു. ഒബ്സർവേഷൻസുകളുടെ ഇങ്ങനെ പുറകോട്ട് വായിക്കുക. റെസിപ്രോക്കൽ ഓഫ് ദ ഒബ്സർവേഷൻ, ഒബ്സർവേഷൻസുകളുടെ റെസിപ്രോക്കൽ എടുക്കുക. എന്നിട്ട് റെസിപ്രോക്കൽ ഓഫ് ദ അരിത്തമെറ്റിക് മീൻ, ഒബ്സർവേഷൻ അതിൻ്റെ ആ റെസിപ്രോക്കലുകളുടെ എന്ത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ പാറ്റേൺ നമ്മൾ എഴുതി നോക്കുന്നു. x1, x2, etc. xn ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ 1/x1, 1/x2 etc. 1/xn. അപ്പോൾ ഒബ്സർവേഷൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഒബ്സർവേഷൻസുകളുടെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുത്തിട്ട്
അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം അരിത്തമെറ്റിക് മീൻ കാണാൻ? 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn എല്ലാം കൂടെ കണ്ടുപിടിച്ചിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് റെസിപ്രോക്കൽ, ഇത് അരിത്തമെറ്റിക് മീൻ. ആദ്യം ഒബ്സർവേഷൻസ്, അതിൻ്റെ റെസിപ്രോക്കൽ, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ. സോ ഇതിന് എന്ത് ചെയ്യാം? 1/n ഇൻറ്റു 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/x. ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ, റെസിപ്രോക്കൽ, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ. ഇനി നമുക്ക് സന്തുലിത മാധ്യമം ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ഇത്രയും ചെയ്തതിൻ്റെ എന്ത് ചെയ്താൽ മതി? ഈ ഇത്രയും ചെയ്ത് കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. ഇത്രയും ചെയ്ത് കിട്ടിയതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/n ഇൻറ്റു 1/x1 പ്ലസ് 1/x2 പ്ലസ് എക്സെട്ര പ്ലസ് 1/xn. സോ ദിസ് ഇസ് എ ഹാർമോണിക് മീൻ. അപ്പോൾ ഒബ്സർവേഷൻസ് എടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക, റെസിപ്രോക്കലുകളുടെ അരിത്തമെറ്റിക് മീൻ എടുക്കുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ ദിസ് അരിത്തമെറ്റിക് മീൻ. അങ്ങനെ കിട്ടുന്നതാണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവേഷൻസുകളുടെ റെസിപ്രോക്കലുകളുടെ അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കലാണ് ഹാർമോണിക് മീൻ. അതാണ് പ്രാപ്താംഗങ്ങളുടെ സന്തുലിത മാധ്യം എന്നത് അവയുടെ വിൽക്രമങ്ങളുടെ മാധ്യത്തിൻ്റെ വിൽക്രമമാണ്. അതായത് അതിൻ്റെ ഇംഗ്ലീഷ് അവിടെ എഴുതിയിട്ടുണ്ട്, ഹാർമോണിക് മീൻ ഓഫ് സെറ്റ് ഓഫ് observation is defined as the reciprocal of the arithmetic mean of the reciprocal of the observations. Okay, clear ആയെന്ന് കരുതുന്നു. അടുത്ത ഇത് നമ്മൾ ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ആണ് ചോദിച്ചേക്കുന്നത്. ഹാർമോണിക് മീൻ അല്ല എങ്കിൽ പോലും നമുക്കിത് ഡയറക്റ്റായിട്ട് ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഓഫ് ദ സ്പീഡ് ഓഫ് ആൻ എയറോപ്ലെയിൻ if it flies along 4 sides of a square at the speed 100 km/h, 200 km/h, 300 km/h, 400 km/h. ഇതിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കണം. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ഒബ്സർവേഷൻസുകളെ 100, 200, 300, 400 ഇങ്ങനെ എഴുതി. 100, 200, 300, 400 ഇങ്ങനെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. 1/100, 1/200, 1/300, 1/400. ഫോമില ഒന്നും വേണമെന്നില്ല, ഇത് ചെയ്താൽ മതി. എന്ത് ചെയ്യാം? അതിൻ്റെ റെസിപ്രോക്കലുകളുടെ അരിത്തമെറ്റിക് മീൻ. അപ്പോൾ 1/100 പ്ലസ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുകയാണ്. റെസിപ്രോക്കൽസ് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ 1/200 പ്ലസ് 1/300 പ്ലസ് 1/400 ഈക്വൽ ടു എന്ത് ചെയ്യാം? 1/100, 1/200, 1/300, 1/400 ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ ഡിവൈഡഡ് ബൈ 4. അരിത്തമെറ്റിക് ഡിവൈഡഡ് ബൈ 4. സോ ഹാർമോണിക് മീൻ എന്താ? ഹാർമോണിക് മീൻ ഈക്വൽ ടു ഇതിൻ്റെ 1/4 ഇൻറ്റു 1/100 പ്ലസ് 1/200 പ്ലസ് 1/300 പ്ലസ് 1/400 ഇത്രയും എടുത്തു. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ ഈ 4 അങ്ങ് ന്യൂമറേറ്ററിൽ പോയി. പിന്നെ ബാക്കിയുള്ളതിൻ്റെ LCM 100, 200, 300, 400 അതിൻ്റെ LCM എന്താണ്? LCM 1200 ആണ് അവിടുത്തെ LCM. ഓക്കെ, 100, 200, 300, 400 മൂന്നിൻ്റെ 4ൻ്റെയും LCM 12, 1200. സോ 1200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 1200നെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പ്ലസ് 1200നെ 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 1200നെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1200 ബൈ 12, 18, 22, 25. ആയിരത്തി 200, 25. 100ന് 4 തവണ 100, 200 8 തവണ 48, 4 ഗുണം 48.
4 ഗുണം 48, 48 4 196 192. ഹാർമോണിക് മാധ്യമം എന്ന് പറയുന്നത് 192 ആണ്. 192 4. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒക്കെ ഒബ്സർവേഷൻസുകൾ എടുക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ PSC ചോദിച്ചായിരുന്നു. PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ആൻസർ നമ്മൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ, എഴുതി കാണിക്കില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഒബ്സർവേഷൻസുകൾ എടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക, റെസിപ്രോക്കലുകളുടെ അരിത്തമെറ്റിക് മീൻ എടുക്കുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഹാർമോണിക് മീനായി. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ 192 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, 192 അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഹാർമോണിക് മീൻ എവിടെ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ്. അതായത് ആവറേജ് സ്പീഡുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈക്വൽ ഡിസ്റ്റൻസുകൾ ട്രാവൽ ചെയ്യുന്ന കേസസിൽ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ടുകൾ ഷെയർ ചെയ്യുന്ന കേസസിൽ, അല്ലെങ്കിൽ ചില കേസുകളിൽ നമ്മൾ ഒരു സാധനം മേടിക്കുന്നു, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനത്തിനും ഒരു വില തന്നെയാണ്. അത്തരം കേസസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വില തന്നെയാണ് ഒരു മാസം ചിലവാക്കുന്നതെങ്കിൽ കൃത്യമായ നമ്മൾ എല്ലാ മാസവും ഒരു പ്രത്യേക എമൗണ്ട് തന്നെ ചിലവാക്കുന്നെങ്കിൽ, ഈക്വൽ എമൗണ്ട് തന്നെ ചിലവാക്കുന്നെങ്കിൽ അതെന്തായി, ആവറേജായി. ആ ആവറേജ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, അരിത്തമെറ്റിക് മീൻ ഉപയോഗിച്ച് കണക്കാക്കത്തില്ല. അത് എല്ലായ്പ്പോഴും കണക്കാക്കുന്നത് ഹാർമോണിക് മീൻ ഉപയോഗിച്ചിട്ടാണ് ആ ആവറേജുകൾ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസുകൾ കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസുകൾ ട്രാവൽ ചെയ്യുന്നത്, അതെല്ലാം കണക്കാക്കുന്ന ഹാർമോണിക് മാധ്യമങ്ങളാണ്. ആ ഹാർമോണിക് മാധ്യമം ഈക്വൽ ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിനെ നമ്മളെ ഒബ്സർവേഷൻസുകൾക്ക് പകരം V1 V2 എക്സെട്ര എന്ന് കൊടുത്തു. ആ V1 V2 എക്സെട്ര VNകളുടെ റെസിപ്രോക്കൽ എടുത്തു, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുത്തു, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ്. അതായത് നിങ്ങൾക്ക് ഈക്വൽ ഡിസ്റ്റൻസ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ട്രാവൽ ചെയ്ത് X km/h, തിരിച്ച് ഇങ്ങോട്ട് Y km/h. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, രണ്ട് ഒബ്സർവേഷൻസ് X Y, അതിൻ്റെ റെസിപ്രോക്കൽ. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഹാർമോണിക് അരിത്തമെറ്റിക് മീൻ കൊണ്ട് ചെയ്യത്തില്ല, X+Y/2 കൊണ്ട് ചെയ്യത്തില്ല, രണ്ടും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യത്തില്ല. റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുത്തിട്ട് 1/x + 1/y/2, അതായത് 1/2 ഇൻറ്റു അതിൻ്റെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 2 ഡിവൈഡ് ബൈ 1/x + 1/y, 2 ഡിവൈഡ് ബൈ, ഇതാണ് നമ്മുടെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഒബ്സർവേഷൻസുകൾ, റെസിപ്രോക്കൽ, ഈക്വൽ ഡിസ്റ്റൻസ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള അതേ ദൂരം, എയിൽ നിന്ന് ബിയിലേക്ക് 50 കിലോമീറ്റർ ദൂരമുണ്ട്, പക്ഷേ അത് ട്രാവൽ ചെയ്യുന്ന വേഗത X km/h ആണ്. ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്തത് Y km/h വേഗതയിലാണെങ്കിൽ ആ എയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ചുമുള്ള രണ്ട് യാത്രകളിലും ആകെ സഞ്ചരിച്ച ശരാശരി വേഗത എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഹാർമോണിക് മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്ത് കിട്ടും, 2 ഇൻറ്റു XY ഡിവൈഡ് ബൈ X+Y സോൾവ് ചെയ്യുമ്പോൾ 2XY ഡിവൈഡ് ബൈ X+Y എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസുകളിലെല്ലാം, മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ഉപയോഗിക്കാൻ കാരണം ഒരിക്കലും അത് എന്താവില്ല, നമ്മുടെ അരിത്തമെറ്റിക് മീൻ ഒരിക്കലും ആക്യുറേറ്റ് വാല്യൂ ആകില്ല, ശരിയായ ഒരു ആൻസറായി എത്തില്ല. അതിനേക്കാൾ കുറച്ചുകൂടെ ആക്യുറസി ഏതിനാണ്, ഹാർമോണിക് മീനിനാണ്. അതുകൊണ്ടാണ് ശരാശരി അങ്ങനെയുള്ള ഈക്വൽ ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട്സുകൾ അങ്ങനെയുള്ള കേസസുകളിൽ നമ്മൾ ശരാശരി മാധ്യമം കാണാൻ ഹാർമോണിക് മീൻ ഉപയോഗിക്കാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മിൽക്ക് ഈ സോൾഡ്, ഇത് SC ഗുപ്തയുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. മിൽക്ക് ഈ സോൾഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8, 10, 12 and 50 rupees per liter in 4 different months. 4 ഡിഫറെൻ്റ് മന്ത്സിൽ 8, 12, 15 ഇത്രയും രൂപയ്ക്ക്, ഒരു ലിറ്ററിന് ഇത്ര രൂപയ്ക്ക് മിൽക്ക് വിറ്റു. അസ്യൂമിങ് ദാറ്റ് ഈക്വൽ എമൗണ്ട്സ് ആർ സ്പെൻഡ് ഓൺ മിൽക്ക് ബൈ എ ഫാമിലി ഇൻ ദ 4 months. അതായത് നമ്മൾ ആ കേസ് അസ്യൂം ചെയ്യുന്ന ഈക്വൽ എമൗണ്ട്സുകൾ, ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ട്സ് ചിലവാക്കി എന്നൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ ആ 4 മാസവും ഈക്വൽ എമൗണ്ടുകളാണ് ആ ഫാമിലി ചിലവാക്കിയതെങ്കിൽ ആവറേജ് പ്രൈസ് ഇൻ റുപ്പീസ് പെർ മന്ത് ആ ഒരു ശരാശരി ഒരു മാസം കിട്ടുന്ന ആവറേജ് പ്രൈസ് എത്രയാണ്. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല,
എല്ലാം കൂടെ കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഈക്വൽ എമൗണ്ടുകൾ ഷെയർ ചെയ്യപ്പെട്ടു എന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർമോണിക് മാധ്യം തന്നെ ചെയ്യുക. ഹാർമോണിക് മാധ്യം തന്നെ ചെയ്യുക. അപ്പോൾ ചെയ്യാനുള്ള വഴി നമ്മുടെ ഒബ്സർവേഷന് 8, 12 8, 10 8, 10, 12, 15. സോ ഇതിൻ്റെ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. 1/8, 1/10, 1/12, 1/50. ഹാർമോണിക് മാധ്യം 1/50. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എടുക്കുക. അപ്പോൾ 1/8 പ്ലസ് 1/10 പ്ലസ് 1/12 പ്ലസ് 1/15/4. സോ അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഹാർമോണിക് മീൻ അല്ലെങ്കിൽ ആവറേജ് റുപ്പീസ് പെർ മന്ത്, ആവറേജ് പ്രൈസ് ഇൻ റുപ്പീസ്, ആവറേജ് പ്രൈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1/8 പ്ലസ് 1/10 പ്ലസ് 1/15 പ്ലസ് 1/12 പ്ലസ് 1/12 പ്ലസ് 1/50. ഓക്കെ, അതിൽ ആ 4 അങ്ങ് ന്യൂമറേറ്ററിൽ പോവും. 8, 10, 12, 15 ഇതിൻ്റെ LCM 8, 10, 12, 15 LCM കാണാൻ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4, 5, 6, 15 10 2, 2, 5, 3, 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2, 3 അല്ല 2, 5 5 അല്ല 1, 3, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2, 1, 1 10 അല്ല 5, 10, 20, 60, 120. 120 ആണ് അവിടുത്തെ LCM. 120നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 പ്ലസ് 120നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 പ്ലസ് 120നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10, 120നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 4 ഗുണം 120 ഡിവൈഡഡ് ബൈ 20, 30, 45. 5, 5, 9, 2, 10, 4, 20. ഓക്കെ, 24 24 അല്ലെങ്കിൽ 24 ഗുണം 4 24 ഗുണം 4 24 ഗുണം 4 48 സ്ഥലം 48 96 by 9 96 1 times 0 6 0 10.66 10.66 ആണ് അതിൻ്റെ ആൻസർ. 10.66. ഓക്കെ, ഒന്നുകൂടെ സോൾവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ആൻസറുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മാസം അവർക്ക് ഒരു മാസം ഈക്വൽ എമൗണ്ടുകളാണ് അവർ ചിലവാക്കിയത്. അങ്ങനെ അവരുടെ കേസ് വരികയാണെങ്കിൽ നമ്മളിവിടെ ഹാർമോണിക് മാധ്യമമാണ് കാണുന്നത്, ഹാർമോണിക് മീനാണ് കാണുന്നത്. അത് കൃത്യമായി ഓർത്തിരിക്കുക. അതാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഐഡിയ. ആൻസർ നമുക്ക് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കുന്നത്, ആൻസർ നമുക്ക് കിട്ടും. ഇത് SC ഗുപ്തയുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്, ആ ടെക്സ്റ്റിൽ. അതേ ക്വസ്റ്റ്യൻ തന്നെ. എ സൈക്ലിസ്റ്റ് പെഡൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് college at the speed of 10 km per hour and back from the college to his house at 15 km per hour. Find the average speed. ഞാൻ നേരത്തെ ഉപയോഗിച്ച ഫോമുല അപ്ലൈ ചെയ്യുന്നില്ല.
2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് ഉപയോഗിക്കുന്നില്ല. ഞാൻ സാധാരണ രീതിയിൽ ഇത് നമ്മുടെ സ്പീഡ് മാത്സിൽ മെൻ്റൽ ലെവലിറ്റിയിലൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. ഞാൻ അത് വേണ്ട, നമ്മളല്ലാതെ തന്നെ ചെയ്ത് നോക്കുന്നു. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ തന്നെ പോകുന്നു. ഒബ്സർവേഷൻ 10 പെഡൽ ഫ്രം ഹിസ് ഹൗസ് ടു ഹിസ് കോളേജ് ആണ്. അതായത് ഹൗസും കോളേജും തിരിച്ച് കോളേജിൽ നിന്ന് ഹൗസ്. അപ്പോൾ തുല്യ അകലമാണ് അവിടെ സഞ്ചരിക്കുന്നത്, വേറെ ഒരു അടുത്തോട്ടും അങ്ങനെ പോകുന്നത്. വീട്ടിൽ നിന്ന് കോളേജിലേക്കും കോളേജിൽ നിന്ന് വീട്ടിലേക്കും. അങ്ങനെയെങ്കിൽ ഹാർമോണിക് മാധ്യം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഒബ്സർവേഷൻസുകൾ എഴുതി 1/, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് 1/15 എഴുതി. അപ്പോൾ അതിൻ്റെ 1/10 അതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ 2 ഡിവൈഡഡ് ബൈ 1/10 പ്ലസ് 1/15 കിട്ടി. 1/10 പ്ലസ് 1/15 കിട്ടി. ഇപ്പോൾ എത്ര കിട്ടും? 15ൻ്റെയും 10ൻ്റെയും മീൻ LCM എന്ന് പറയുന്നത് 30 ആണ്. 30നെ 3 പ്ലസ് 2 ആണ്. ടു ഇൻറ്റു 30/5. 2 ഇൻറ്റു 30/5. സോ ആൻസർ 12 ആണ്. ഇനി ആ ഫോമുല അപ്ലൈ ചെയ്ത് നോക്കിയാൽ 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ, 2 ഇൻറ്റു XY ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഫോമുല നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു x 10 ഇൻറ്റു 15 ബൈ എക്സ് പ്ലസ് വൈ 25. ഇതിൽ വെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ 3, 5, 10, 10, 4, 12. ഓക്കെ, അത് തന്നെ കിട്ടും. അത് തന്നെയാണ് ആൻസർ. A cyclist pedaled from his house to his college at the speed of 10 km/h and back from his college to his house at 15 km/h. Find the average speed. ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കവർ ചെയ്തേക്കുന്നത്. സോ അവിടെ ഉപയോഗിക്കേണ്ടത് ഹാർമോണിക് മാധ്യം തന്നെയാണ്. ഈ ഹാർമോണിക് മാധ്യം ഉപയോഗിക്കുന്ന കൺസെപ്റ്റുകളാണ് ഈ ക്വസ്റ്റ്യൻസിൽ കിട്ടുന്നത്. അടുത്ത ചോദ്യം A relation between arithmetic mean, geometry mean and harmonic mean. Let x, y be two numbers with the geometry x positive and y positive ആണ്. x ഉം y ഉം 0 അല്ലാത്ത അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സുകളാണ് എങ്കിൽ ആ പോസിറ്റീവ് നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ ഏതെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല? ജോമെട്രി മീൻ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. PSC അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏത് തരത്തിലുള്ള ടെൻഡൻസിയിലാണ്, ഏത് തരത്തിലുള്ള ഈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ടെൻഡൻസിയിലാണ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലാണ് നെഗറ്റീവ് വാല്യൂസുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്, നെഗറ്റീവ് വിലകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ്? നെഗറ്റീവ് വിലകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് അരിത്തമെറ്റിക് മീനകത്ത് നെഗറ്റീവ് വിലകൾ കൊണ്ടുവരാം, ഹാർമോണിക് മീനകത്ത് നെഗറ്റീവ് വിലകൾ കൊണ്ടുവരാം. പക്ഷേ ജോമെട്രി മീനകത്ത് നെഗറ്റീവ് വിലകൾ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് -1 വരും, -1 i ആവും, കോംപ്ലക്സ് റൂട്ടുകളിലേക്ക് ഇത് പോകും. സോ നെഗറ്റീവ് വിലകൾ ഉപയോഗിക്കാൻ പറ്റാത്തത്, വരാൻ സാധ്യതയില്ലാത്തത് ജോമെട്രി മീനാണ്. അതുകൊണ്ടാണ് എക്സും വൈയും പോസിറ്റീവായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അത് കൃത്യം സ്പെസിഫിക് ആണ് ആ ഐഡിയ. അങ്ങനെയെങ്കിൽ അരിത്തമെറ്റിക് മീൻ x+y/2 ആണ്, ജോമെട്രി മീൻ √xy ആണ്, ഹാർമോണിക് മീൻ 2xy ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ. അരിത്തമെറ്റിക് മീനും ജോമെട്രി മീനും തമ്മിൽ മൈനസ് ചെയ്യുന്നു. എന്ത് കിട്ടും? x+y/2 മൈനസ് √xy. പേജ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പേജിലോട്ട് അതൊന്ന് എഴുതാണ്, സ്പേസ് ഉണ്ട്. അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ. അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അരിത്തമെറ്റിക് മീൻ എന്തായിരുന്നു? x+y/2 മൈനസ് √xy, √xy. ഇത് കാരണം രണ്ട് വാല്യൂസുകളുടെ എന്ത് റൂട്ടാണ്? സെക്കൻഡ് റൂട്ടാണ്, x+y/2. അപ്പോൾ x+y മൈനസ് 2 √xy. അപ്പോൾ √xyനെ √x × √y എന്ന് എഴുതാം, /2 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാനിങ്ങനെ എഴുതുന്നു, √x² പ്ലസ് √y² മൈനസ് 2 √x √y എന്ന് എഴുതുന്നു, /2. ഓക്കെ, എക്സിനെ √x² എന്ന് എഴുതി,
വൈനെ റൂട്ട് വൈ സ്ക്വയർ എന്ന് എഴുതി, 2 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടും. അതായത് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ റിലേഷൻ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറയുന്ന റിലേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നോക്കൂ, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അരിത്തമെറ്റിക് മീനിൻ്റെയും ജോമെട്രി മീനിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു വാല്യൂ ആണ് കിട്ടുന്നത് കരുതുക. എക്സും വൈയും പോസിറ്റീവ് വിലകളാണ്, എക്സും വൈയും പോസിറ്റീവാണ്. അതിൻ്റെ സ്ക്വയർ റൂട്ടുകൾ ഈ ഡിഫറൻസ് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും സ്ക്വയർ എന്തായി മാറും? ഏത് നമ്പറിൻ്റെ സ്ക്വയർ എല്ലായ്പ്പോഴും എന്തായി മാറും? പോസിറ്റീവായി മാറും. എല്ലായ്പ്പോഴും എന്തായി മാറും? സ്ക്വയറായി പോസിറ്റീവായി മാറും. അപ്പോൾ ഇതെന്തായി? ഓൾവേസ് പോസിറ്റീവാണ്. സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് ബൈ 2 ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും പോസിറ്റീവ് നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. സോ അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. അരിത്തമെറ്റിക് മീനിൽ നിന്ന് ജോമെട്രി മീൻ കുറച്ച് കഴിഞ്ഞാൽ അത് 0-നേക്കാൾ വലുതാണ്, പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും? വലിയ ഒരു 2ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 ആണ്. 1 എപ്പോഴും പോസിറ്റീവാണ്. സോറി, തിരിച്ചു. 3ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 ആണ്. ഈ കിട്ടിയ ആൻസർ പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ 0-നേക്കാൾ വലുതാണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പർ വലുതും ഈ നമ്പർ ചെറുതുമായിരിക്കും. അങ്ങനെ കിട്ടണമെങ്കിൽ ആദ്യത്തെ നമ്പർ വലുതായിരിക്കണം, രണ്ടാമത്തെ നമ്പർ ചെറുതായിരിക്കണം. സോ ഇത് രണ്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് തന്നതുകൊണ്ട് ഏതിനേക്കാൾ വലുതായിരിക്കും? അരിത്തമെറ്റിക് മീൻ എല്ലായ്പ്പോഴും ജോമെട്രി മീനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ക്ലിയർ? സോ നമുക്ക് തന്നിരിക്കുന്ന ഈ റിലേഷനിൽ നിന്ന് എക്സ് പ്ലസ് വൈ ബൈ 2 റൂട്ട് എക്സ്, 2 നമ്പേഴ്സുകളുടെയാണ് എടുക്കുന്നത്. ഒരു ജോമെട്രി മീൻ ഹാർമോണിക് മീൻ തന്നിട്ടുണ്ട്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീനും ജോമെട്രി മീൻ മൈനസ് ഹാർമോണിക് മീനുമാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും റിലേഷൻ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ജോമെട്രി മീൻ മൈനസ് ഹാർമോണിക് മീൻ ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. PSC ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയും. ജോമെട്രി മീൻ മൈനസ് ഹാർമോണിക് മീൻ ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ അത് കൃത്യമായി അരിത്തമെറ്റിക് മീൻ മൈനസ് ജോമെട്രി മീൻ കൃത്യമായി നമുക്ക് എന്ത് കിട്ടി? നോൺ നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ട് തന്നെ കിട്ടി. സോ ഈ വാല്യൂ പോസിറ്റീവാണ്. ഇനി ഞാൻ അടുത്തത് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്തത് ജോമെട്രി മീൻ മൈനസ് ഹാർമോണിക് മീൻ. ജോമെട്രി മീൻ എന്താണ്? ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് റൂട്ട് എക്സ് വൈ, ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 2xy ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ മൈനസ് 2xy ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നെ മതി. എക്സ് പ്ലസ് വൈ ഇൻറ്റു റൂട്ട് എക്സ് വൈ മൈനസ് 2xy ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, സോ ഇതിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഇൻറ്റു റൂട്ട് എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് വൈനെ, അതായത് എക്സ് ഇൻറ്റു വൈനെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് വൈ ഇൻറ്റു റൂട്ട് വൈ എന്ന് എഴുതാം. ഓക്കെ ആണോ? എക്സ് ഇൻറ്റു വൈനെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് റൂട്ട് വൈ ഇൻറ്റു റൂട്ട് വൈ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ റൂട്ട് എക്സും റൂട്ട് വൈന് മാറ്റി റൂട്ട് എക്സിൻ്റെ റൂട്ട് വൈ മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറൊരു റൂട്ട് എക്സിൻ്റെ റൂട്ട് വൈ ആണ്. അങ്ങനെയെങ്കിൽ റൂട്ട് എക്സിൻ്റെ റൂട്ട് വൈനെ റൂട്ടിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ആണ്. അതനുസരിച്ച് റൂട്ട് ഓഫ് എ ബി ആണ്. ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഞാൻ അവിടെ അങ്ങനെ എഴുതുന്നു, റൂട്ട് ഓഫ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഈ ടേമിൽ കോമൺ ആയിട്ടുള്ളത് റൂട്ട് ഓഫ് എക്സ് വൈ ആണ്. റൂട്ട് ഓഫ് എക്സ് വൈ ഇനി പുറത്തെടുക്കുന്നു. റൂട്ട് ഓഫ് എക്സ് വൈ ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ് പ്ലസ് വൈ മൈനസ് 2 റൂട്ട് എക്സ് വൈ ബൈ 2 ആണ്, ബൈ എക്സ് പ്ലസ് വൈ ആണ്.
ഇവിടെ വന്ന് ഈ സ്റ്റെപ്പ് ഇവിടെ വന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ മൈനസ് 2 റൂട്ട് എക്സ് റൂട്ട് വൈ വരും. അപ്പോൾ എന്ത് ചെയ്യാം, തൊട്ട് മുന്നേ കിട്ടിയതുപോലെ തന്നെ റൂട്ട് എക്സ് വൈ ഇൻറ്റ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ഡിസ്കഷനിലേക്ക് പോകാം. ഇതാണ് നമുക്ക് കിട്ടുന്നത് റൂട്ട് എക്സ് വൈ എക്സ് പ്ലസ് വൈനെ റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ റൂട്ട് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 റൂട്ട് എക്സ് റൂട്ട് വൈ. അപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ വരും. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ ഹോൾ സ്ക്വയർ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് റൂട്ട് എക്സ് വൈ റൂട്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇനി നോക്കൂ, ഇത് റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ ഇത് നമ്മൾ കോംപ്ലക്സ് റൂട്ടുകളായിരിക്കും. അതുകൊണ്ട് ഇത് നോൺ നെഗറ്റീവ് വാല്യൂസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ട് പോസിറ്റീവ് ആയിരിക്കും. രണ്ട് കൂട്ടുന്നത് പോസിറ്റീവ് വിലകളാണ്. രണ്ട് പോസിറ്റീവ് വിലകൾ കൂട്ടിയാൽ പോസിറ്റീവ് തന്നെയാണ്. 2 + 3 5 തന്നെയാണ്, -5 വരത്തില്ല. 3 + 5 8 ആണ്. 8 ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ്, കാരണം എക്സും പോസിറ്റീവാണ് വൈയും പോസിറ്റീവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇതും എന്താണ് റൂട്ട് എക്സ് മൈനസ് റൂട്ട്. ഇനി മൈനസ് എങ്ങനെയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആകുമോ എന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ ഈ മൈനസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, കാരണം ഇത് സ്ക്വയർ ആകുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചത് നെഗറ്റീവ് ആണെങ്കിൽ പോലും സ്ക്വയർ എന്തായി മാറും, പോസിറ്റീവായിട്ട് മാറും. സോ ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ജോമെട്രി മീൻ എന്ത് കിട്ടി, ജോമെട്രി മീൻ മൈനസ് ഹാർമോണിക് മീൻ ഗ്രേറ്റർ ദാൻ 0. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുമ്പോഴാണ് 0ത്തേക്കാൾ വലിയ സംഖ്യ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ജോമെട്രി മീൻ എന്തിനേക്കാൾ വലുതായിരിക്കും, ഹാർമോണിക് മീനേക്കാൾ വലുതായിരിക്കും. സോ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രി മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് റിലേഷൻ പറയാം. സോ റിസൾട്ട് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രി മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രി മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. അരിത്തമെറ്റിക് മീൻ ജോമെട്രി മീനേക്കാൾ വലുതാണ്, ജോമെട്രി മീൻ ഹാർമോണിക് മീനേക്കാൾ വലുതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്ന് പറഞ്ഞ് തരും. ഇങ്ങനെയും ചോദിക്കാം, HM ലെസ് ദാൻ GM ലെസ് ദാൻ ഏറ്റവും വലിയ, അതായത് കുറേ ഒബ്സർവേഷൻസുകളുടെ വിലകളിൽ ഏറ്റവും ആക്യുറേറ്റ് അല്ലാത്ത, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും എന്ത് കിട്ടത്തില്ല, അരിത്തമെറ്റിക് മീൻ, ആ രണ്ടെണ്ണത്തിൻ്റെയും വില ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയ ഹാർമോണിക് മീനിൽ കിട്ടിയ ആ ആക്യുറേറ്റ് വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു റിലേഷനാണ്. ഈ റിലേഷൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആ പാർട്ട് എഴുതിയേക്കുന്നതാണ്. അത്യാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിൽ പോലും ഇത് ഓർത്തിരിക്കുക, ഏറ്റവും വലിയ വാല്യൂ അരിത്തമെറ്റിക് മീനാണ്, സെക്കൻഡ് ജോമെട്രി മീനാണ്, ഏറ്റവും ചെറുത് ഹാർമോണിക് മീനാണ്. സോ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു.